അങ്ങനെ ഇന്നലെ പറഞ്ഞ 24 മണിക്കൂർ ഇത് ഇന്ന് കഴിഞ്ഞു. അപ്പോൾ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇന്ന് ഡിസ്ചാർജ് ചെയ്യേണ്ട ദിവസമാണ്. നല്ലൊരു പോസിറ്റീവ് റിസൾട്ട് ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവൾക്ക് ബിലിറൂബിൻ നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഡിസ്ചാർജ് ആയപ്പോൾ വൈകുന്നേരമായി. ഇറങ്ങാൻ നിന്നപ്പോഴാണ് ഇതേ നല്ല തകർത്ത് മഴ പെയ്യുന്നു. അതവിടെ പെയ്യട്ടെ, നമുക്ക് ചൂട് ചായയും നല്ല വടയും കഴിക്കാം. ഇന്നലെ രാത്രിയൊക്കെ അവൾ ഇതിന്റെ ഉള്ളിലായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. ഇവളെ ഒന്ന് ഉറക്കിയിട്ട് വേണം എനിക്ക് എന്റെ ബാക്കി പണികളും കൂടി തീർക്കാൻ. എന്നാലേ വാപ്പി വരുന്നതിന് മുന്നേ നമുക്ക് റെഡി ആയിട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ഫീഡ് ചെയ്ത് അവളെ റെഡിയാക്കി കിടത്തിയിട്ടുണ്ട്. ഇനി ഞാൻ പോയി എന്റെ ചായ ഒക്കെ കുടിച്ചിട്ട് ഒന്ന് റെഡി ആവട്ടെ കേട്ടാ. ചായ ഒട്ടും കുടിക്കാതെ ഞാനിപ്പോ ചായയെ ചെറുതായി പ്രണയിക്കുന്നുണ്ടോ എന്നൊരു സംശയമില്ലാതില്ല. അതവിടെ നിൽക്കട്ടെ. ഇന്നലെ നല്ല രീതിക്ക് കൗണ്ട് കൂടുതലായതുകൊണ്ട് തന്നെ 2 ലൈറ്റിലായിരുന്നു അവളെ കിടത്തിയിട്ടുണ്ടായിരുന്നത്. അന്ന് ഒരു ലൈറ്റിൽ ഇട്ടിട്ട് തന്നെ ആള് നൈറ്റ് ആയപ്പോ ഭയങ്കര ബഹളമായിരുന്നു കേട്ടാ. അപ്പോ ഇന്നലെ നൈറ്റ് എന്താകും എന്നുള്ള കാര്യത്തിൽ നമ്മൾ നല്ല ടെൻഷനിലായിരുന്നു. പക്ഷേ ആള് നല്ല രീതിക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. യാതൊരുവിധ ബുദ്ധിമുട്ടും തന്നിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 5 മണിയൊക്കെ ആയപ്പോൾ വാപ്പി വണ്ടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പോണ വഴി ഫസ്റ്റ് ക്രൈ കണ്ടപ്പോൾ നമ്മൾ അവിടെ ഒന്ന് ജസ്റ്റ് കയറിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ തന്നെ അവൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണം. അവൾക്ക് അത്യാവശ്യമായിട്ട് വേണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് സ്ലീപ്പ് സ്യൂട്ടായിരുന്നു. അത് ഇട്ട് കൊടുത്താല് ആള് രാത്രി ഒരു ബഹളം ഇല്ലാതെ കിടന്നോളൂ. അങ്ങനെ അതൊരു 2 പേരും മേടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്.